ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വീണ്ടും നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു ചക്കയപ്പം ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നല്ല ചക്കയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇടാം. നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ആവശ്യം വെല്ലമാണ്. വെല്ലം എങ്ങനെയെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെല്ലം പാവ് വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ആവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് വെല്ലം നന്നായിട്ട് തീയിൽ ചൂടാക്കി വിടുക. വെള്ളമൊക്കെ തിളച്ച് ശരിയാകുമ്പോഴേക്ക് വെല്ലം പെട്ടെന്ന് തന്നെ ഉരുകി വെല്ലം പാവായിട്ട് മാറും. ഈ പാവൻ നമുക്ക് ഉപയോഗിക്കുമ്പം അരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏകദേശം ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിലേക്ക് തന്നെ വെള്ളം തിരിച്ച് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത്രയും കണ്ടില്ലേ, കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ അരിച്ചെടുത്താൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് ഈ ഒരു വെല്ലവും ഈ ചക്കയും കൂടി ഈ മിക്സിയിലിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം അരഞ്ഞില്ല അല്ലെന്തെങ്കിലും നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ ഈ മിക്സിയിലത്തെ സാധനങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ രണ്ട് സാധനം കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വരട്ടി വെക്കുമല്ലോ, അതുപോലെ എത്രമാത്രം വരട്ടാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ വരട്ടിയാൽ ഈ അപ്പത്തിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ സാധാരണ തട്ടിക്കൂട്ടിയിട്ടൊരു അപ്പമാണ്. ഇതിലേക്ക് നമുക്കിതിൽ ടേസ്റ്റിന് വേണ്ടി കുറച്ച് കാര്യങ്ങളോട് ചേർക്കാവുന്നതാണ്. ഏലക്കപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. ഏലക്ക വറുത്ത് പഞ്ചസാരയോട് കൂടി പൊടിച്ച് വെച്ചിട്ട് ഏലക്കപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തത്. കൂടാതെ നെയ്യ് കൂടി ഇതിലേക്ക് കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി മാക്സിമം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല മുന്തിരിങ്ങയാണ്. നമ്മൾ പായസത്തിലൊക്കെ വറുത്തിടുന്ന മുന്തിരിങ്ങയില്ലേ, ആ മുന്തിരിങ്ങയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതിനുശേഷം തേങ്ങാക്കൊത്ത് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ചൂടാക്കി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നമ്മൾ തീ ഓഫാക്കിയ ശേഷം മാറ്റിയിട്ട് ഇതിലേക്ക് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ രണ്ടും ചേർക്കാവുന്നതാണ്. അപ്പം നമുക്കിഷ്ടം അരിപ്പൊടിയാകുമ്പോൾ കുറച്ചുകൂടി ഉറപ്പുണ്ടാവും, ഗോതമ്പ് പൊടിയാകുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ മിക്സിംഗ് ആണ്. നന്നായിട്ട് ചപ്പാത്തി കുഴക്കുന്ന പോലെ നമ്മൾ കുഴക്കണം. ആദ്യം സ്പൂണൊക്കെ വെച്ചിട്ട് കുഴച്ചെങ്കിലും പിന്നീട് കൈ കൊണ്ട് തന്നെ കുഴച്ച് സെറ്റാക്കി എടുക്കണം. ഇവിടെ ഉപയോഗിക്കുന്നത് ഈ കുറുക്കുടിയുടെ ഇലയാണ്. പല സ്ഥലത്തും പല ഇലയായിരിക്കും ഉപയോഗിക്കുക. ചിലർ വാഴയില ഉപയോഗിക്കും, ചിലർ മഞ്ഞളുടെ ഇല ഉപയോഗിക്കും. ആ ഇലയിലേക്ക് ഈ ഒരു ബാറ്റർ അല്ലെങ്കിൽ കുഴച്ച മാവ് കുറേശ്ശെയായിട്ട് വെച്ച് നന്നായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. ഇനി നമ്മുടെ ഇഡ്ഡലി കുക്കർ, അതായത് സ്റ്റീം ചെയ്യേണ്ട പാത്രം ഓൾറെഡി തിളയ്ക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ തിളയ്ക്കുമ്പോഴേക്ക് ഈ ചക്കയപ്പം നേരെ എടുത്ത് അതിലേക്ക് വെക്കുക. അപ്പോൾ എല്ലാ ചക്കയപ്പം ഇങ്ങനെ പരത്തി വെച്ചിട്ട് നമ്മളതിലേക്ക് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് സ്റ്റീം ചെയ്തിട്ട് റെഡി ആയിക്കോളും. ഇതൊക്കെയാണ് രാവിലത്തേക്കുള്ള എളുപ്പപ്പണിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ചക്കയപ്പം പിറ്റേ ദിവസം രാവിലെ എടുത്തു തുറന്നു നോക്കാൻ പോവാണ്. നല്ല മണമാണ്. ഈ ഒരു മണം നമ്മുടെ ഈ മണം ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ഇലയിലും വ്യത്യാസമായിട്ടാണ് ഓരോരുത്തർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ ഇലയിലും വ്യത്യാസപ്പെട്ടുള്ള ടേസ്റ്റാണ് ഉള്ളത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തമായ ഇലകളിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല അടിപൊളി അപ്പമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.